എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ നൈറ്റ് എഡിഷനിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന വേരിയന്റ് നൈറ്റ് എഡിഷൻ ആണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ബോഡി സൈഡും അതുപോലെ തന്നെ ഇന്റീരിയർ സൈഡിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നൈറ്റ് എഡിഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എഞ്ചിൻ സൈഡൊക്കെ സെയിം ആണ്. നമ്മൾ ആ ഒരു കാപ്പ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്, വിത്ത് CNG വരുന്ന ടൈപ്പും ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് ബോഡി സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വശത്തായിട്ട് എക്സ്റ്റർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അത് നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എക്സ്റ്ററിന്റെ എംബ്ലം, എംബ്ലം, ഹ്യുണ്ടായിയുടെ എംബ്ലം ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ റേഡിയേറ്ററിന്റെ ഗ്രില്ലിന്റെ താഴെ ആയിട്ട് ഡിഫ്യൂസറിന്റെ ഒക്കെ താഴെ ആയിട്ട് ഒരു റെഡ് ലൈൻ അവിടെ കാണാൻ പറ്റും. ഒരു റെഡ് ലൈന് പുറകിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ സൈഡിലേക്കൊക്കെ ആയിട്ട് നമ്മൾ റണ്ണിങ് ബോർഡിന്റെ താഴെ ആയിട്ട് അവിടെ സൈഡ് സില്ലുകളൊക്കെ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള ഒരു പാനലും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പാനലും കാര്യങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഇതാണ്. പിന്നെ പുറകുവശത്തേക്ക് വരുമ്പോഴും നമ്മളെ എക്സ്റ്ററിന്റെ എംബ്ലം, അതുപോലെ തന്നെ എംബ്ലം, ഇതൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നൈറ്റ് എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കി കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അലോയ് വീൽസ് ഒക്കെ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. ചിലർക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ളായിട്ട് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഗ്ലോസി കളറിലൊക്കെ നല്ല തിളങ്ങുന്ന രീതിയിൽ കാണാൻ പറ്റും ബ്ലാക്ക് ആകുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലാണ്. നെക്സ്റ്റ് ആയിട്ട് ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ വാഹനം ഡാഷ്ബോർഡിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോഴും നമ്മൾ എയർ വെന്റുകൾ, അതുപോലെ തന്നെ സെൻട്രൽ കൺസോള്, പിന്നെ നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം താഴെ വരുന്ന നമ്മുടെ AC കൺട്രോൾ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് നോബുകളിലും അതുപോലെ തന്നെ അതിൻ്റെ കർവുകളിലൊക്കെ റെഡ് ലൈൻസ്, റെഡ് കളറിലുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ കണ്ട എക്സ്റ്ററിലുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്. അതിൽ നമ്മൾ ആ ലെതറിന് തുന്നി പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു റെഡ് കളറുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതൊരു റെഡ് കളർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ള ഇത്രയാണ്. പിന്നെ നമ്മളെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടുള്ള നമ്മളെ ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഈ ഒരു റെഡ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റുകളിലേക്ക് വരുമ്പോഴും എല്ലാ സീറ്റുകളിലും ഒരു റെഡ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് സീറ്റുകളിലൊക്കെ കാണാൻ പറ്റും. പുറകുവശത്തേക്ക് വരുമ്പോഴും പുറകുവശത്തുള്ള സീറ്റുകളിലൊക്കെ ഇത്തരത്തിൽ തന്നെ ബ്ലാക്ക്, അതുപോലെ തന്നെ റെഡ്, ഈ ഒരു കോമ്പിനേഷനിലുള്ള കളറുകളാണ്. റെഡ് ലൈൻസ് അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ രസമുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി എല്ലാ സ്പെക്കുകളും സെയിം ആണ്. നമ്മളെ സാധാരണ എക്സ്റ്ററിലെ പോലെ തന്നെയാണ്. നമ്മൾ എക്സ്റ്ററിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ, അതുപോലെ തന്നെ എക്സ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, എക്സ്റ്റർ നമുക്ക് 6 എയർ ബാഗ് വരുന്നൊരു വാഹനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സാണ് എക്സ്റ്ററിൽ കിട്ടുക. മെയിനായിട്ട് നോക്കുമ്പോൾ 6 എയർ ബാഗ്സ്, അതുപോലെ തന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി ലുക്കാണ് കാണാനായിട്ട്. ഒരു മിനി XUV എന്നുള്ള പോലെയുള്ള ഒരു മൈക്രോ XUV എന്നൊക്കെ പറയുന്നതൊക്കെ രീതിയിലുള്ള ഒരു ലുക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് വരുന്നത്. 2 ടൈപ്പാണ് വരുന്നത്. പെട്രോൾ വരുന്നുണ്ട്, പെട്രോൾ വിത്ത് CNG വരുന്നുണ്ട്. നമ്മളെ കാപ്പ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിന് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലോ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് എഡിഷൻ വന്നപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്റ്ററിന് സെയിം ആണ്, വ്യത്യാസം വരുന്നില്ല. CNGയിലേക്ക് വരുമ്പോൾ മാത്രം നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ അവിടെ CNG ടാങ്കും കൂടി വരുന്നുള്ളൂ. ചെറിയൊരു ബൂട്ട് സ്പേസ് കുറവായിട്ട് CNG വരുമ്പോൾ നമുക്ക് തോന്നും. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫുൾ ഓപ്ഷനാണ്. ഇതിൽ പ്രൈസിങ് വരുന്നത് 11,51,000 രൂപയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഓൺ റോഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിലായിട്ട് വരുന്ന സീരീസിന് വരുന്നത് 9,96,000 രൂപയുടെ ഒക്കെ അടുത്താണ്. അപ്പോൾ അറൗണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ ആക്സസറി വർക്കുകളൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡിലിന് അവിടെ വരുന്ന സിൽവർ പീസും കാര്യങ്ങളൊക്കെ, ക്രോം ടൈപ്പ് പീസും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ വർക്കുകളൊക്കെ. പിന്നെ പുറകിലായിട്ടുള്ള ഒരു ലൈൻ ഇതാണ്. ഒരു N-ലൈൻ സീരീസിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 2 വീഡിയോസ് നമ്മൾ എക്സ്റ്ററിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കാണാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് കേട്ടോ, പാരമെട്രിക് ഗ്രിൽ എഫക്റ്റും കാര്യങ്ങളും ബാക്കി എല്ലാം സെയിം എക്സ്റ്റർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോൻ്റെ ലിങ്ക് താഴെയുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.